എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മെഡിക്കൽ കാർപ്പ് ടീമിനെ കാണിക്കും. സാക്കുറയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു പേഷ്യന്റിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സീനിയർ ഡോക്ടർ ആള് പറയും, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് കാര്യമില്ല, ആളുടെ ജീവൻ അത് നഷ്ടപ്പെടാൻ പോവാണ്. അടുത്ത സെക്കൻഡില് ആള് മരിച്ചു പോവും. സീനിയർ ഡോക്ടർ മരിച്ചുപോയ ആളെ അവിടുന്ന് മാറ്റാനായിട്ട് പറയും. കട്ട് ചെയ്താ ഷിക്കമരുവെ കാണിക്കും. അവിടെ എല്ലാ ഷിനോബികളും ഇപ്പൊ മാറി മാറി അങ്ങനെ പരസ്പരം നോക്കും. മറ്റൊരു ഭാഗത്ത് ആ സാമുറായി ടീമിനെ കിമിമാരോ അവൻ ഓരോരുത്തരെയായിട്ട് തകർത്ത് കൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് ബാറ്റിൽ ഫീൽഡ് ബി. അവിടെയാണെങ്കിൽ ഒരുപാട് പേര് മരിച്ചു കിടക്കുകയാണ്. കബൂട്ടോ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവും. അടുത്തതായിട്ട് കബൂട്ടോ അവനിപ്പോ ഹയാട്ടി ഗക്കോ അവനെ ഇപ്പോ റിയാനിമേഷനിലൂടെ തിരികെ കൊണ്ടുവരാണ്. അവൻ ലീഫ് വില്ലേജിലെ ഒരു ജൊനിയനാണ്. ഹയാട്ട ഷോക്കായിട്ട് ഇപ്പൊ ചുറ്റും നോക്കും. കബൂട്ടോ, ഞാനെന്താ ഇവിടെ എന്താ സംഭവിക്കണേ? സത്യം പറ, എന്താ ഉണ്ടായേ? ഇവിടെ മുഴുവൻ ബ്ലഡിന്റെ സ്മെല്ലാണ്. അതിന് കബൂട്ടോ പറയും, നിന്റെ ലീഫ് വില്ലേജ് വലിയൊരു യുദ്ധത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കബൂട്ടോ ചോദിക്കും, നമ്മുടെ ലാസ്റ്റ് മിഷൻ അത് നിനക്ക് ഓർമ്മയില്ലേ? നീ ആക്ച്വലി എന്റെ സ്പൈ ആയിരുന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ അവരുടെ ലാസ്റ്റ് മിഷൻ കാണിക്കും. കബൂട്ടോ ബാക്കിയോട് പറയും, എനിക്ക് സാൻഡ് വില്ലേജിലുള്ള 4 പേരെ മാത്രം വിശ്വാസമില്ല. അത് കേട്ട് ബാക്കി അവൻ ഷോക്കാവും. അപ്പൊ നീ ഇത്ര നേരമായിട്ടും ഞങ്ങളെ വിശ്വസിച്ചിട്ടില്ല അല്ലേ? കബൂട്ടോ പറയും, അങ്ങനെയല്ല, എനിക്ക് എല്ലാത്തിനും മുൻപ് ഗാരയുടെ മൂവ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. അപ്പൊ അതേ സമയത്ത് സൗണ്ട് വില്ലേജിലുള്ള ഏതോ ഒരുത്തൻ അവനിപ്പോ ഗാരയുടെ അടുത്തേക്ക് വരും. ഗാറ ദേഷ്യപ്പെട്ട് ചോദിക്കും, നീ ആരാണ്? നിനക്ക് എന്താ വേണ്ടേ? അതിനവൻ പറയും, ഞാൻ സൗണ്ട് വില്ലേജിലെ ഒരു നിഞ്ചയാണ്. നിങ്ങളെ തല്ലിക്കൊല്ലാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. നിന്നെ കൊല്ലുകയാണെങ്കിൽ സാസുകയും ഞാനും ഞങ്ങൾ തമ്മിലായിരിക്കും ഫൈനൽ മാച്ച് നടക്കുക. നിന്റെ സാൻഡ് പവറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം മനസ്സിലാക്കിയാണ് നിന്നെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ഞാൻ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ഗാറ അവൻ ഷോക്കാവും. അപ്പൊ ഗാറയ്ക്കാണെങ്കിൽ വല്ലാതെ തലവേദന എടുക്കാൻ തുടങ്ങും. അവൻ തലയ്ക്ക് കൈവച്ച് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് അവൻ ചോദിക്കും, എന്തു പറ്റി? എന്നെ കണ്ടപ്പോ തന്നെ നീ പേടിച്ചു പോയോ? ഉടനെ ഗാറ അവൻ പറയും, എനിക്ക് ബ്ലഡ് വേണം, എന്നെ കൊണ്ടിത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഗാറയുടെ ബോഡിയിലെ ആ ഒരു മോൺസ്റ്റർ അതിപ്പോ പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കണ്ടവൻ ഷോക്കാവും. ഗാറയുടെ ബോഡിയിൽ ഇപ്രകാരം ഒരു മോൺസ്റ്റർ ഉള്ള കാര്യം അവൻ അറിയില്ല. അടുത്ത സെക്കൻഡില് ഗാർ അവന്റെ നേർക്ക് ചാടി വീഴും. സൗണ്ട് വില്ലേജുകാരൻ അവൻ എന്തെങ്കിലും ചെയ്യും മുമ്പേ ഗാർ അവനെ വെട്ടി വീശും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ബാക്കിയും കബൂട്ടോയും അവർ രണ്ടുപേരും അത് നോക്കി നിൽക്കാണ്. കബൂട്ടോ ബാക്കിയോട് ചോദിക്കും, ഈ ഒരു അവസ്ഥയില് നിനക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ കഴിയും? അതിന് ബാക്കി പറയും, ഗാറ അവൻ അവന്റെ ഫുൾ വൺ ടൈൽ പവറിലേക്ക് പോവാണെങ്കിൽ എനിക്ക് അവനെ കൺട്രോൾ ചെയ്യാനാവില്ല. അതിനു മുൻപുള്ള ആ ഒരു നോർമൽ സ്റ്റേജ് അവിടെ വെച്ച് മാത്രമേ എനിക്ക് ഗാറയെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. ബാക്കി ചോദിക്കും, നീ ആക്ച്വലി ആ സൗണ്ട് വില്ലേജുകാരനെ അവനെ ഉപയോഗിച്ചത് ഗാറയുടെ റിയൽ പവർ അത് തിരിച്ചറിയാനാണോ? അതിന് കബൂട്ടോ പറയും, അതെ, ഞാൻ ഒരു തവണ ആ സാസുകയെ അവനെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിച്ചു. പക്ഷെ കറക്റ്റ് ടൈമില് ആ കാക്കാഷി മാസ്റ്റർ ആളെന്നെ തിരിച്ചറിഞ്ഞു. അത് കേട്ട് ബാക്കി അവൻ ഷോക്കാവും. ബാക്കി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അവർക്ക് മനസ്സിലായി കാണില്ലേ നീ ഒറോച്ചിമാറുവിന്റെ ആളാണെന്ന്? അപ്പൊ ഞാൻ നിന്റെ സ്പൈ ആണെന്ന് ഉറപ്പായിട്ടും അവർ തിരിച്ചറിയും. ഇങ്ങനൊരു അവസ്ഥയില് നീ എന്നെ കാണാൻ വന്നത് തീരെ ശരിയായില്ല. അതിന് കബൂട്ടോ പറയും, ഞാൻ ആക്ച്വലി വേണമെന്ന് വെച്ച് തന്നെയാണ് എന്റെ ഐഡന്റിറ്റി അവർക്ക് മുൻപിൽ റിവീൽ ചെയ്തത്. ഹയാട്ടി ചോദിക്കും, നീ പറയുന്ന അനുസരിച്ച് സൗണ്ട് വില്ലേജുകാരാണ് മൂവ് ചെയ്യുന്നത്. അവരെ ഹെൽപ്പ് ചെയ്യാൻ നീ ഇപ്പോ ആ സാൻഡ് വില്ലേജുകാരെ ഉപയോഗിക്കുന്നു, അതല്ലേ സത്യം? അതിന് കബൂട്ടോ അവനിപ്പോ ബാക്കി പ്ലാന് അവന്റെ കയ്യിൽ കൊടുത്ത് അവിടുന്ന് കടന്നു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഹയാട്ടി ചോദിക്കും, സത്യത്തില് അന്ന് എന്തുകൊണ്ടാ നീ സാൻഡ് വില്ലേജുകാരെ പ്രൊട്ടക്ട് ചെയ്യാതിരുന്നേ? അതിന് കബൂട്ടോ പറയും, നിങ്ങൾ 2 പേരെ കൊണ്ടും എനിക്കെന്ന് യാതൊരു യൂസും ഇല്ലായിരുന്നു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടെ മബുക്കി അവൾ യുദ്ധത്തിൽ മരണപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് ഇപ്പൊ ഹൊക്കാഗെ ആന്റിക്ക് കൊടുക്കും. ഹൊക്കാഗെ ആന്റി ആളിപ്പോ അതുകൊണ്ട് ഷോക്കാവും. ഇത്രയും പേര് ഒറ്റ ദിവസം കൊണ്ട് മരണപ്പെട്ടോ? അതിനവള് പറയും, എന്റെ പേടി അതല്ല, മറിച്ച് മറ്റൊന്നാണ്. മരിച്ച ഷിനോബികളുടെ ബോഡി മുഴുവൻ ഞാനൊരു പ്രത്യേക സ്ഥലത്താണ് കൊണ്ടുവന്ന് സേഫ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതേതെങ്കിലും കാരണവശാൽ ആ വില്ലന്മാരുടെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും
വലിയ അപകടമാണ്. നമ്മുടെ കൂട്ടുകാർക്ക് നല്ല അടിപൊളി സിനിമകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലേ? ഒരുപാട് നല്ല നല്ല മൂവീസ് ഒക്കെ ഉണ്ടായിരുന്ന മല്ലു ഡബ്ഡ് ചാനൽ അത് നമുക്ക് നഷ്ടമായി. പക്ഷെ കൂട്ടുകാരും വിഷമിക്കണ്ട, മല്ലു ഡബ്ഡ് എന്ന ചാനലിന്റെ പേരിൽ തന്നെ ഇപ്പൊ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. അതിൽ കൂട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർവൽ മൂവീസ് അതൊന്നൊന്നായി ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എന്റെ സ്വത്ത് കുട്ടികള് നമ്മുടെ പുതിയ മൂവി ചാനലായ മല്ലു ഡബ്ഡിനെ സപ്പോർട്ട് ചെയ്യണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മെഡിക്കൽ ടീമിലുള്ള യൂഗോയും അവളുടെ അസിസ്റ്റൻസും അവരിപ്പോ മരിച്ച ഷിനോബികളുടെ ബോഡി അത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരും. യൂഗോ ഇപ്പോ അവരെ ഓരോരുത്തരെയായിട്ട് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അവള് പറയും ഇവര് 3 പേരും എലൈറ്റ് ഷിനോബീസ് ആണ്. കക്കൈ ഗംഗൈ പവർ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റണം. വില്ലന്മാരുടെ കയ്യിൽ പെട്ട പിന്നീട് ഇവരുപയോഗിച്ച് അവർ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞ് അവരെ 3 പേരെയും അവളുടെ പവർ വെച്ച് എവിടേക്കോ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകും. യൂഗോ അവരെ എല്ലാവരെയും ഇപ്പൊ ഒരു സ്ക്രോളിനകത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ആ സ്ക്രോൾ മടക്കിയെടുത്ത് അവളുടെ കയ്യിൽ തന്നെ സേഫ് ആയിട്ട് പിടിക്കും. അവള് പറയും ഈ യുദ്ധത്തിന്റെ എല്ലാ ഒടുവില് ബോഡികള് നമുക്ക് തിരികെ എടുക്കാം. അതിനുശേഷം ഓരോരോ വില്ലേജിലെ ഷിനോബികളെയും നമുക്ക് അവരുടെ വില്ലേജുകളിലേക്ക് തിരികെ കൊടുക്കാം. അതിനുശേഷം മാത്രമേ അവരുടെ മരണാനന്തര ശുശ്രൂഷകള് അത് ചെയ്യാൻ പാടുള്ളൂ. ആക്ച്വലി ഈ യൂഗോ അവൾ അൻബു ബ്ലാക്ക് ഓപ്സിലെ ഒരു പ്രധാനപ്പെട്ട ഷിനോബിയാണ്. യൂഗോ ഇപ്പോ ആ സ്ക്രോളുമായിട്ട് പുറത്തേക്ക് പോവും. അപ്പൊ ബാക്കി 2 പേര് അവർ പരസ്പരം പറയും ആക്ച്വലി ഈ യൂഗോ അവൾ ശരിക്കും ഒരു പ്രധാനപ്പെട്ട ഷിനോബിയാണ്. അൻബു ബ്ലാക്ക് ഓപ്സിൽ തന്നെ വലിയ റാങ്കിങ് ആണ് അവൾക്കുള്ളത്. അവളിപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുമാണ് ഇവിടേക്ക് എത്തിയത്. കട്ട് ചെയ്താ ഇപ്പൊ കബൂട്ടോയെ കാണിക്കും. കബൂട്ടോ ആണെങ്കിൽ ഹയാട്ടിയോട് പറയും കൊല്ലപ്പെട്ട ഷിനോബികളുടെ ബോഡി അത് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. ആ ബോഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ നിന്നും ഒരുപാട് ഇന്റൽസ് എനിക്ക് കളക്ട് ചെയ്യാൻ കഴിയും. പക്ഷെ ഹയാട്ടി ആണെങ്കിൽ ഇപ്പൊ ഗക്കോയും ഹയാട്ടിയും തമ്മിലുണ്ടായ ആ ഒരു ഫൈറ്റ് അതൊക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കാണ് ഹയാട്ടിയും ഗക്കോയും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹയാട്ടിയും ഗക്കോയും അവർ 2 പേരും വലിയ വാളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഫൈറ്റിനിടയില് ഗക്കോ അവനവന്റെ സ്ക്വാഡ് ഇപ്പൊ തിരികെ വയ്ക്കും. അതിനുശേഷം അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ബാക്കിയുടെ അടുത്തേക്ക് ഓടിയെത്തും. എന്നിട്ട് അങ്ങനെ വാള് വീശി ബാക്കിയുടെ കയ്യില് ആഞ്ഞു വെട്ടും. പക്ഷെ ബാക്കിയാണെങ്കില് ഒന്നും സംഭവിക്കാത്ത പോലെ കൂളായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ആളുടെ കൈ കൊണ്ട് ഒരു വിൻഡ് സ്ക്വാഡ് അത് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഹയാട്ടിക്ക് നേരെ അറഞ്ചം പൊറഞ്ചം വെട്ടുകയാണ്. ചോര തുളുമ്പി അന്ന് ഹയാട്ടി അവിടെ മരിച്ചു വീഴും. കബൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഉടനെ കബൂട്ടോ അവന്റെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. അപ്പോഴായിരിക്കും കിബയുടെ ചേച്ചിയും അവരുടെ ടീമും അവരെല്ലാവരും ഗ്രാമത്തിലൂടെ ആരെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് അലഞ്ഞു നടക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്ത് നടക്കുകയാണ്. കബൂട്ടോ എന്തെങ്കിലും ചെയ്യും മുമ്പേ ഇപ്പൊ അവരുടെ മുൻപില് കബൂട്ടോ പെട്ടുപോകും. അവൾ ചോദിക്കും നീ എന്താ ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം? കബൂട്ടോ കാഷ്വലായിട്ട് പറയും ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇതുവഴി കാഷ്വലായിട്ട് ഒരു നൈറ്റ് വാക്കിന് വന്നതാണ്. അവള് പറയും വെറുതെ അലഞ്ഞു നടക്കണ്ട, നീ എത്രയും പെട്ടെന്ന് തിരികെ റൂമിലേക്ക് പോ. അതിന് കബൂട്ടോയും ഓക്കെ പറഞ്ഞ് ഇപ്പൊ തിരികെ പോവും. കബൂട്ടോ അവനിപ്പോ നൈസായിട്ട് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ചിരിക്കും. കാരണം ഹയാട്ടിയുടെ കുറച്ച് മുടി അതവൻ ഓൾറെഡി കളക്ട് ചെയ്ത് കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. കബൂട്ടോ പറയും നിന്റെ മരണത്തിന് ശേഷം ഒറോച്ചിമാറു ലീഫ് വില്ലേജിലെ 3rd ഹൊക്കാഗെ കൊന്നു തള്ളി. അതിനുശേഷം സാസുക അവൻ ഒറോച്ചിമാറുവിന്റെ ടീമിൽ ചേർന്ന് അവസാനം ഒറോച്ചിമാറുവെ കൊന്നു. ഏറ്റവും അവസാനമായിട്ട് ഒറോച്ചിമാറുവിന്റെ പവർ അതെന്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞ് കബൂട്ടോ 2 പേരെ കൂടെ അവിടേക്ക് കൊണ്ടുവന്ന് റീആനിമേഷൻ ചെയ്യാണ്. ഹയാട്ടി ഷോക്കായിട്ട് ചോദിക്കും അപ്പൊ ഇത്ര കാലമായിട്ടും നിനക്ക് ലീഫ് വില്ലേജിനോടുള്ള പക അത് തീർന്നില്ലേ? അതിന് കബൂട്ടോ പറയും എനിക്ക് ലീഫ് വില്ലേജിനോടുള്ള പക അത് കൂടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു യുദ്ധത്തിന് ഞാൻ തുടക്കം കുറിച്ചത്. നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ കൺട്രോളിലാണെന്ന് പറഞ്ഞ് കബൂട്ടോ അവരെ ഇപ്പൊ ബാറ്റിൽ ഫീൽഡിലേക്ക് അയക്കാൻ തുടങ്ങും. കബൂട്ടോയുടെ ലക്ഷ്യം യൂഗയുടെ കയ്യിലുള്ള ആ ഒരു സ്ക്രോളാണ്. കട്ട് ചെയ്ത ഇവിടെ മെഡിക്കൽ ക്യാമ്പില് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് സാക്കുറ അവൾ ഷോക്കായി എല്ലാവരും അവിടേക്ക് ഓടിയെത്തും. ആ ഒരു പൊട്ടിത്തെറിയില് ഒരുപാട് ഷിനോബികൾക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ചിലർക്കാണെങ്കിൽ പരുക്ക് പറ്റി ഓരോ ഭാഗത്തേക്ക് തെറിച്ച് വീണിട്ടുണ്ടാവും. ഓരോ ഭാഗത്തേക്ക് തെറിച്ച് വീണ് കിടക്കുകയാണ്. അപ്പൊ യൂഗോ കാണും ഹയാട്ടി ഗക്കയും അവന്റെ കൂടെ മറ്റ് 2 പേരും അവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഹയാട്ടി അവൻ ഓൾറെഡി യൂഗോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്ക്രോള് അതവൻ അടിച്ചു മാറ്റി. ഉടനെ 2 ടീംസും വമ്പൻ ആയുധങ്ങളൊക്കെ പൊരിഞ്ഞ പോരാട്ടം.
ആ ഒരു ഫൈറ്റിനൊടുവില് നമ്മുടെ ഷിനോബികളെല്ലാം തന്നെ ഇപ്പൊ മരിച്ച് താഴെ വീഴും. സാക്കുറ പറയും എത്രയും പെട്ടെന്ന് ഇത് ഹെഡ് ക്വാർട്ടേഴ്സിൽ അറിയിക്കണം. യൂഗയ്ക്കാണെങ്കിൽ എന്താ പറയേണ്ടെന്ന് അറിയില്ല. അവൾ അങ്ങനെ സാഡായിട്ട് നിൽക്കും. അപ്പൊ മെയിൻ ഡോക്ടർ ആളിപ്പോ യൂഗയോടും സാക്കുറയോടും പറയും, നിങ്ങൾ രണ്ടുപേരും കബോട്ടോടെ പിന്നാലെ പോണം. അതിന് യൂഗോ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനൊരിക്കലും അവരുടെ പിന്നാലെ പോവില്ല. യൂഗോ പറയും, എനിക്കൊരിക്കലും ഹയാട്ടിക്കൊക്കെ തടയാനായിട്ട് കഴിയില്ല. കാരണം ആ ഹയാട്ടിക്കൊക്ക ആളാണ് എന്റെ ലവർ. അത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.